എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനത്തെ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻലിക്കുട്ടിക്ക് നാളെ സ്കൂൾ തുറക്കാണ് കേട്ടോ. അതിന്റെ സന്തോഷത്തിൽ ആൻലിക്കുട്ടി ഇത് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അവൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കച്ചുന് 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് ഒന്നും കഴിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അവക്ക് വേണ്ടിയിട്ട് ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻലിക്കുട്ടിക്ക് നൂൽപുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. നൂൽപുട്ടെന്ന് വെച്ചാൽ ഇടിയപ്പം കേട്ടോ. അപ്പൊ ഇത് രണ്ടുപേരും കൂടി ചായ കഴിക്കുന്ന തിരക്കിലാണ്. കച്ചുവിന് പനി വന്ന സമയത്ത് കച്ചു ഒന്നും കഴിക്കാറില്ലേ. കച്ചു പാല് മാത്രമേ കുടിക്കാറുള്ളൂ. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ഒരു 10-11 മണിയായപ്പോ ചെറുതായിട്ടൊന്ന് കാലാവസ്ഥ ചേഞ്ച് ആയിട്ടുണ്ട്. കുറേ നാളിന് ശേഷം ഇന്നല്ലേ ഒരു ചെറിയ വെയിൽ കിട്ടിയത്. ആ സമയത്ത് തുണികൾ ഒരുപാട് കഴുകിയിടാനും ഉണ്ട്, ഉണക്കിയെടുക്കാനും ഉണ്ട് കേട്ടോ. അതായത് രണ്ടുപേരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. രണ്ടുപേരെയും ഞാൻ ചെറുതിലെ മുതലേ രാവിലെ എപ്പോഴും കുളിപ്പിക്കാറുണ്ട്. അങ്ങനെ രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആൻലീനെ സുന്ദരിയാക്കിയിട്ടുണ്ട്. ആൻലീനെയും കാത്തിട്ട് ആൻലീന്റെ ഫ്രണ്ട്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കളിക്കാനായിട്ട്. അപ്പൊ ഇത് ആൻലി റെഡി ആയിട്ട് പിള്ളേരെ വെച്ച് കളിക്കാനായിട്ട് പോവാണ്. പനിയൊന്നും ശരിക്കും റെഡിയാവാതുണ്ടെന്നറിയില്ല. കച്ചൂര് നല്ല വാശിയാണ് കേട്ടോ. കച്ചു തീരെ ഫുഡ് കഴിക്കുന്നൊന്നുമില്ല. എല്ലാവരും മത്സ്യമൊക്കെ കഴിക്കാൻ തുടങ്ങിയോ. ഞങ്ങളിതാ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 2-3 ദിവസം ഓടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മീന് കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൂട്ടാനുള്ള ചെറിയൊരു പേടി കൊണ്ടാണ് ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളത്. എത്ര ദിവസം ഇങ്ങനെ ഓട്ടുന്ന അറിയില്ല. എപ്പോഴും എന്റെ ക്ലീനിങ് വീഡിയോസിലേക്ക് കാണാറ്. അപ്പൊ ഇന്നത്തെ ഒരു ഡൈനിങ് ലൈഫിൽ ഞാൻ കൂടുതലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. കച്ചു ഇത് ഫുഡ് കഴിക്കാതുകൊണ്ട് കച്ചുവിന് മാമി കുറച്ച് കഞ്ഞി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ കഞ്ഞിയാണേ. നമ്മളിവിടുത്തെ വീട്ടുജോലികൾ വൈകുന്നേരം ആയാലും ഒരുങ്ങില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ അവരെ പിന്നാലെ നടക്കാനേ നമുക്ക് രണ്ടു പേർക്ക് നേരം ഉണ്ടാവും കേട്ടോ. ചെറിയൊരു വെയിൽ കിട്ടിയപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് വെയിലത്തിടാനായിട്ട് പോവാണ്. ഞാൻ തിരക്കായ സമയം കൊണ്ട് കച്ചു ഇത് വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടിയായിരുന്നേ. ഞാൻ എന്താ കയ്യോടെ പൊക്കിയിട്ട് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു വെയിൽ കിട്ടുമ്പോൾ എല്ലാ വീട്ടിലെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അല്ലേ. ഒരുപാട് തുണികൾ ഉണങ്ങാനുണ്ടല്ലോ. എന്തോ ഭാഗ്യത്തിന് എനിക്കിപ്പോൾ ക്ലാസ് ഇല്ലാതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ആൻലിക്കുട്ടിയുടെ ഒരു ഡ്രസ്സ് കാറ്റുമഴ ഉണ്ടായപ്പോൾ അത് പറന്നു പോയിട്ട് ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അത് ആ കുട്ടി എടുത്ത് കൊണ്ടു തന്നെയാണ്. എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ നടക്കില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. പോയതിനു ശേഷം ഇപ്പൊ ഇവിടെ പൂച്ച ശല്യമാണുള്ളത് കേട്ടോ. പൂച്ച ഇപ്പൊ രാത്രി വന്ന് ഇതാ ഈ മാറ്റിൽ കിടക്കും. അതുകൊണ്ട് മാറ്റ് ഞങ്ങൾ രാത്രി എടുത്ത് അകത്ത് വെക്കാറാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ചിക്കനുള്ള പരിപാടികൾ തുടങ്ങിയാലോ. എന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ചെയ്യാന്ന് കരുതി ഞാൻ ഇതാ ചിക്കൻ കുറച്ചു നേരം ഫ്രീസറിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിത് ചിക്കൻ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് ഫ്രീസറിലോട്ട് കയറ്റാനായിട്ട് പോവാണ്. അതിനുള്ള പാത്രമാണ് ഞാൻ ഈ തിരയുന്നത് കേട്ടോ. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ കിച്ചൺ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ. ചിക്കൻ അവിടെ മാറ്റി വെച്ച് ഞാനെന്താ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന്. ഞങ്ങളെല്ലാവരും ഇങ്ങനെയല്ലേ, എല്ലാ ലേഡീസും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ 100 കാര്യങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ചെയ്യല്ലേ. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തലവേദന ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്താ കിച്ചൺ കയ്യോടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് രാവിലെ കഴിച്ചതിൻ്റെ ബാക്കിയിടായിരുന്നു ചായക്കുള്ളത്. അത് ഞാൻ എന്താ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എന്താ ചിക്കൻ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പച്ചക്കറിയാണോ കഴിക്കുന്നത്, ഞങ്ങളിപ്പോൾ എത്ര നാൾ ഓട്ടുമെന്ന് അറിയില്ല. ഇത് അങ്ങനെ കഴിക്കാൻ പാടുണ്ടോയെന്ന് അറിയില്ല. 1 വർഷത്തോളമൊക്കെ മീൻ കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. കറക്റ്റ് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫ്രീസറിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 2-3 ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്താ കയ്യോടെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കിച്ചൺ ക്ലീൻ ചെയ്താൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ അമ്മ ഇതാ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴുകിക്കോളാന്ന്. പിന്നെ ഞാൻ നേരെ സവാള കട്ട് ചെയ്യാനായിട്ട് പോയേ. കച്ചു കളിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ഇത് ഓടി വന്നെയാണ് പാത്രങ്ങൾ കഴുകാനായിട്ട്. കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. കുറച്ച് ചിക്കൻ എടുത്ത് വരട്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ റെസിപ്പിയൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ. എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്നതാണേ. ആദ്യം ഞാൻ എന്താ ചിക്കനിൽ പൊടികളിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എരിവ് പറ്റാത്ത കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം എരിവ് ആക്കിയിട്ടില്ല. എനിക്ക് വീഡിയോസ് എടുക്കേണ്ടതുകൊണ്ട് അമ്മയോട് ഞാനിത് ഈ ഭാഗത്തേ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻസും ഒന്ന് അറിയിക്കണം. എനിക്ക് ഇന്ന് വീഡിയോസ് എടുക്കേണ്ടതുകൊണ്ട് തലേദിവസം തന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ മൊത്തം അടിച്ച് വാരി നീറ്റാക്കി ഇട്ടിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. കച്ചുവിൻ്റെ പനി എനിക്ക് ചെറിയൊരു ജലദോഷമായിട്ട് വന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ചുമയുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ അവിടുന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 ദിവസമായിട്ട് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് ആൻലിക്കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആൻലിക്കുട്ടിയും ആൻലിൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാത്തിലും ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇതാ പൊടികളിട്ട് കൊടുക്കുന്നുണ്ട്. പൊടികൾ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലേ നല്ല വെയിലായതുകൊണ്ട് തുണികളൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ തുണികളൊന്ന് കയ്യോടെ എടുത്ത് മടക്കി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പകുതിയായപ്പോൾ അമ്മ ഇത് ആടി കൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് കാണാത്ത സമയത്ത് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്താ ലോങ് വീഡിയോസ് ഇടാതെ എന്നൊക്കെ. നിങ്ങളുടെ കമൻറ്റ് കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. വീഡിയോയിൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ഉറപ്പായി ഒരു ലൈക്ക് തന്നേക്കണം, കമൻറ്റ് ചെയ്യാനും വിട്ടുപോകണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.